നമുക്ക് ചുമ്മാ ചാറ്റൊക്കെ ഒന്ന് നോക്കാം. പ്രത്യേകിച്ചൊന്നും പുതിയതായിട്ട് വന്നിട്ടില്ല. ഇതെങ്ങോട്ടെങ്കിലും മാറ്റിയിടണമല്ലോ. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. ഓക്കെ, നമുക്കിപ്പോൾ ഓൾറെഡി എല്ലാ ബിൽഡേഴ്സും ബിസിയാണ്. ഇനിയിപ്പം അടുത്ത ബിൽഡർ ഫ്രീ ആണ് 17 മണിക്കൂർ കഴിഞ്ഞിട്ട്. ഞാൻ മിക്കവാറും അടുത്തതൊരു അത്യാവശ്യം ഗോൾഡുണ്ട് എൻ്റെ കയ്യിൽ. അതുകൊണ്ടൊരു മൾട്ടി ആർച്ചർ വേണ്ട, റിക്കഷി കനോൺ വേണ്ട. മിക്കവാറും എയർ ഡിഫെൻസില്ലെങ്കിൽ എക്സ്പോ ഞാൻ വയ്ക്കും. അത്യാവശ്യം അത് രണ്ടും മാക്സ് ആകാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. എന്തായാലും ഈഗിൾ ആർട്ടിലറിയൊക്കെ ഞാൻ ഫുള്ള് മാക്സ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോണോലിത്തും ഇൻഫർണോ ഒക്കെ ഏകദേശം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഗോൾഡ് കൂടുതലുള്ള സാധനങ്ങളൊക്കെ ആദ്യം വെച്ചിട്ട് അവസാനം ചെറിയ ബോംബും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ട്രോപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, ഞാൻ കുറേ നാൾ മുമ്പ് എയർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് വാർഡൻ്റെ പുതിയ സ്കില്ലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് മാറ്റി. ഇപ്പം ഞാൻ ഫുള്ളും ഗ്രൗണ്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 5 ഹീലേഴ്സ് യൂസ് ചെയ്യും. ഇത് മെയിനായിട്ട് ക്യൂവിന് വേണ്ടിയല്ല, ഇത് റോഡ് റൈഡേഴ്സിന് വേണ്ടിയായിരിക്കും. പിന്നെ 2 ബേബി ഡ്രാഗൺ, ജസ്റ്റ് 2 സൈഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ ഹീറോസിന് വേണ്ടി ക്യൂവിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഹീറോ പപ്പറ്റ്, പിന്നെ ഫ്രോസ്റ്റിയ, നമ്മുടെ വാർഡന് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ തൽക്കാലം ഇതിനത്യാവശ്യം ഡിഫെൻസൊക്കെ ഫ്രീസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. എയർ അറ്റാക്കിന് ശരിക്കും എന്തെങ്കിലും എയർ അറ്റാക്ക് തന്നെ ആയിരിക്കും നല്ലത്. പക്ഷേ അതിന് ഡാമേജ് കുറവ്, അതുപോലെ തന്നെ അവളിന് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കിങ്ങിനെ യൂസ് ചെയ്യുന്നത് ഡിക്കി, അത് അത്യാവശ്യം നല്ലൊരു പെറ്റായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഡാമേജ് മാത്രമല്ല, അതിന് നമുക്ക് സ്റ്റൺ ചെയ്യാൻ പറ്റും ഡിഫെൻസിന്. പിന്നെ ഹോൾ ചാമ്പ്യന് നമ്മൾ എൻ്റെ പേര് ഞാൻ മറന്നതല്ലോ, കിളിയുടെ പേരെന്തായിരുന്നു, ഫെനിക്സ് അത്യാവശ്യം ഞാൻ മാക്സ് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം സ്പീഡ് ഫോക്സ് വെച്ചേക്കുക. സ്പീഡ് ഫോക്സ് ഒരു അത്യാവശ്യം ലെവലായി കഴിഞ്ഞിട്ട് ഞാൻ മാറ്റാമെന്ന് വെച്ചു. ഇനി നമുക്ക് ഒരു അറ്റാക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ സീസിനെ എടുത്തേക്കുന്നത് 2 ഹെത്തിയും പിന്നെ ഒരു വാൽക്കാറി. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. എല്ലാ അറ്റാക്കും വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത അറ്റാക്കാണ്. ചിലതൊക്കെ 2 സ്റ്റാർ അടിച്ചു, വലിയ ഗുണമില്ല, എന്നാലും കുഴപ്പമില്ല. കിട്ടുന്നെല്ലാം മാക്സ് ലെവൽസ്. അപ്പം പിന്നെ 2 സ്റ്റാർ തന്നെ വലിയ കാര്യം. ഞാൻ അറ്റാക്ക് ചെയ്യുന്നതെല്ലാം മാക്സ് സ്റ്റേജ് 17. അപ്പോൾ പിന്നെ ഇത് തന്നെ കിട്ടുന്ന വലിയ കാര്യം. ഇനി ഇത് അറ്റാക്ക് വലിയ കുഴപ്പമില്ല. 2 3 സ്റ്റാറും 2 2 സ്റ്റാറും 23 തന്നെയാണ്, വലിയ സീനില്ല. എന്തായാലും ഈവൻ്റ് ലീഗ് തീരാറായി. ഇനിയിപ്പോൾ എത്ര 3 ദിവസം കൂടെ ഉള്ളൂ. അപ്പം മാക്സിമം ട്രോഫി അടിച്ച് കൂട്ടാനായി നോക്കുന്നത്. എന്തായാലും അറ്റാക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് അറിയില്ല, എൻ്റെ ഫസ്റ്റ് ഓൺലൈൻ അറ്റാക്കാണ്. ഓക്കെ, അത്യാവശ്യം മാക്സിമം തോന്നുന്നു നമുക്ക്. ഞാൻ എപ്പോഴും അറ്റാക്ക് ചെയ്യുമ്പം ഡാർക്ക് എലിക്സർ മെയിനായിട്ട് ലൂട്ട് ചെയ്യാൻ നോക്കും. ഗോൾഡും എലിക്സറും അങ്ങനെ നോക്കാറില്ല. അപ്പം മിക്കവാറും റൈറ്റ് സൈഡിൽ നിന്നായിരിക്കുള്ളൂ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ TH സൈഡിലായത് കാരണം റൈറ്റ് സൈഡ് ബോർഡറിൽ കൂടെ നമുക്ക് ട്രോപ്സിനെ ഇറക്കാം. അതാകുമ്പം ഈ നടുക്കത്തെ സാധനങ്ങളിലൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഡിഫെൻസും നോക്കണ്ട. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ അങ്ങോട്ട് ചെക്കനെ അങ്ങ് ഇറക്കി വിടാം. ഓക്കെ, ഏകദേശം ഒരു 4 സെക്കൻഡ് ആകുമ്പോൾ അടുത്ത ഇൻവിസിബിലിറ്റി ഇടുക. അടുത്തതും പോട്ടെ. ഐസ് കോളാണ് CC, ഇത്തിരി സീനാവും. ഈ നാശത്തിനാണെങ്കിൽ ഡാമേജ് ഇല്ലെങ്കിലും എല്ലാം പിടിച്ച് ഫ്രീസാകും. ദുരന്തമാണ്. എന്തായാലും സെറ്റായി. ഇനി നമുക്ക് ഇവന്മാരെ ഇവിടെ അങ്ങ് ഇറക്കി വിടാം. എന്നിട്ട്
ഇവിടെ ഇവിടെ അങ്ങ് വിടാം. അത് കഴിഞ്ഞ് നേരെ സ്കിൽ യൂസ് ചെയ്യാം, എബിലിറ്റി യൂസ് ചെയ്തു. ഇതിനൊക്കെ ചുമ്മാ ഞാൻ എടുക്കുന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഡിസ്ട്രാക്ട് ചെയ്യാൻ യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. കണ്ടോ, കുറേയൊക്കെ ഇതാവശ്യം വരും. കിങ് ഏകദേശം ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് കിങ്ങിനെ ശരിക്കും ഞാൻ സെൻട്രലാക്കി വിടാറുള്ളൂ. അതാകുമ്പം എർത്ത് കേക്കും അതുപോലെ തന്നെ സ്പൈക്ക് ബോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഡാമേജ് കിട്ടും. പിന്നെ ഡി സൈഡിലായതാണ് മാത്രം ഞാൻ സൈഡിലേക്ക് വിട്ടുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഹീറോ യൂസ് ചെയ്യുമ്പം, എബിലിറ്റി യൂസ് ചെയ്യുമ്പം കിങ്ങൊക്കെ ആണെങ്കിൽ ഏകദേശം സെൻറ്ററിലേക്ക് വിടുന്നത് നല്ലതായിരിക്കും. എർത്ത് കേക്കും അതുപോലെ തന്നെ സ്പൈക്കി ബോളൊക്കെ ഉള്ള കാരണം നടുക്ക് കയറി പൊളിച്ചോളും. 3 സ്റ്റാർ എന്തായാലും കിട്ടില്ല, ഒരു 90 അടിക്കാൻ പറ്റുമായിരിക്കണം. റോസ്റ്ററൊക്കെ ഉള്ളത് കാരണം ഇത്തിരി സീനാണ്. എവിടെ വരെ പോകുന്ന നോക്കാം. ഒരു 90 അടിക്കാൻ പറ്റുമായിരിക്കണം. 90 അടിച്ചാൽ തന്നെ വലിയ കാര്യം. ഒരു 32 എങ്കിലും, അല്ല 32 കിട്ടില്ല, ഒരു 20 ആണതിനൊക്കെ 27 കിട്ടുമായിരിക്കും. ഏകദേശം കിട്ടുമായിരിക്കും മിക്കവാറും. ക്യൂൻ വഴിയിലേക്ക് പോകുമായിരിക്കും തോന്നി. ഇതെന്തായാലും തീരുമാനമാകും. സാധനത്തിന് കൊടുക്കത്തെ ഡാമേജ് ഓക്കെ, കുഴപ്പമില്ല. ഏറ്റവും ഓൾമോസ്റ്റ് മാക്സിമം TH17 അല്ലേ. ഇപ്പോൾ ട്രോഫി കിട്ടി, കുഴപ്പമില്ല. സെയിം ഡ്രോപ്സ് തന്നെ യൂസ് ചെയ്യാറുള്ളൂ. ക്ലാനൊരു കുഴപ്പമില്ലാത്ത ക്ലാൻ, എപ്പോഴും ഡൊണേഷൻ കിട്ടും. എന്നാലും ചിലന്മാരൊന്നും ചെയ്യില്ല, ചുമ്മാ ഇട്ട് വെച്ചാൽ. ഞങ്ങളുടെ ക്ലാൻ്റെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ FC ഇടേണ്ടി വരും. ഇല്ലെങ്കിൽ ചുമ്മാ ലീഡർ കിടന്ന് ഡയലോഗ് പഠിക്കാൻ തോന്നും. ഇന്ത്യക്കാരൊന്നും അല്ല, ഇത് US ക്ലാൻ തോന്നുന്നു. കുറേ നാൾ മുമ്പ് കയറിയതാണ്. ഓക്കെ, അപ്പം അതിനൊരു തീരുമാനം. ഇനിയിപ്പം അടുത്ത അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ 10 മിനിറ്റ് കൂടെ ഉണ്ടോ, ഓൾമോസ്റ്റ് 12 മിനിറ്റ്. അപ്പം അതൊക്കെ റെഡിയാകുന്ന വരെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇനി നാളെ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മിക്കവാറും ഏതെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യും. പിന്നെ ഞാൻ പാസ്സൊക്കെ വാങ്ങിച്ചായിരുന്നു. കുറേ നാളായിട്ട് ഞാൻ കളിക്കുന്നില്ലായിരുന്നു ക്ലാഷ് ഓഫ് ക്ലാൻസ്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ കയറി അങ്ങ് പോയി, ഞാൻ മാത്രം ബാക്കിലായിപ്പോയി. അതുകൊണ്ട് ഞാൻ എല്ലാം ഈവൻറ്റ് പാസ്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കുറച്ച് ദിവസം കൂടെ ഉണ്ട്. 500 ആയില്ലെങ്കിൽ ഞാനിതെന്തെങ്കിലും ഡാർക്ക് എലിക്സറോ ഇല്ലെങ്കിൽ സ്റ്റാറി ഓറൊക്കെ വാങ്ങിക്കും. എക്യുപ്മെൻറ്റ്സ് ഞാൻ ഏകദേശം എല്ലാം മാക്സ് ആക്കിയിട്ടുണ്ട്. ക്യൂവിന് ഞാൻ പപ്പറ്റ്സാണ് വെച്ചിരുന്നത്, ആർച്ചർ പപ്പറ്റ്സ്. പക്ഷേ അത് സ്പ്ലാഷ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ എൻ്റെ തീരുമാനമാകും. അത് കാരണം ഞാൻ ഫ്രോസൺ ആരോ വെച്ചിട്ടുണ്ട്. അത് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാറൊന്നുമില്ല, ചുമ്മാ വെച്ചെന്നേ ഉള്ളൂ. വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഈ സ്റ്റാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റോയൽ ചാമ്പ്യന് വേണ്ടി. 120 വേണം എന്തായാലും. ക്ലാൻ ഗെയിംസിന് എന്തോ 2 ദിവസം കഴിഞ്ഞ് വരുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടും. പിന്നെ വാർഡന് ഞാൻ ഫയർ ബോൾ യൂസ് ചെയ്തു, പക്ഷേ എപ്പോഴും എനിക്കങ്ങനെ വർക്ക് ചെയ്യാറില്ല. അത് കാരണം ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാറില്ല. റേജ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നത് ടണൽ ടോംബ്. പിന്നെ ഹീറോ യൂസ് ചെയ്യുമ്പം കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എർത്ത് വേക്ക്, അത്യാവശ്യം നല്ല ഡാമേജ്. പിന്നെ സ്പൈക്കി ബോൾ ഇനി അടുത്ത ലെവലിന് 150 സ്റ്റാറും കൂടെ വേണം. എന്തായാലും കുറേ കാലം എടുക്കേണ്ടി വരും. പക്ഷേ കൊള്ളാം, ടാർജറ്റ് ഒന്നും കൂടെ കൂടും, അതുപോലെ ഡാമേജും കൂടും, DPSും കൂടും. ഈ പുള്ളിക്കാരൻ ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. ഏതെങ്കിലും ഹീറോസിനൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വയ്ക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ പുള്ളിയെ ഇറക്കാറുള്ളൂ. എനിക്ക് അതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പുതിയൊരു സംഭവം വന്നിട്ടുണ്ടല്ലോ, മെറ്റൽ പാൻസ്, ഒന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല, തൊണ്ടിട്ട് കൂടിയില്ല ആയിരുന്നു. ഓക്കെ, പിന്നെ
ബിൽഡേഴ്സ് ബേസ് ഞാനങ്ങനെ കളിക്കാറില്ല. ചുമ്മാ ഇരിക്കുമ്പം രണ്ടുമൂന്ന് അറ്റാക്ക് ചെയ്യും, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. ഇന്ന് കുറേ മരങ്ങളൊക്കെ പറിച്ച്. അപ്പോൾ ഉണ്ട്, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാം. ഇപ്പം എന്തായാലും ക്ലാൻ ഗെയിംസ് വരുന്നുണ്ടല്ലോ, അന്നേരം ഞാൻ ക്ലാൻ ഗെയിംസിനും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഈവൻറ്റിൽ നിന്ന് കിട്ടുന്ന ഹീറോസിൻ്റെ അപ്ഗ്രേഡ് മാത്രമേ യൂസ് ചെയ്തിട്ട് ഹീറോസിന് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഹീറോസിനെ അപ്ഗ്രേഡ് ചെയ്യുമ്പം ഞങ്ങളുടെ വാറിൽ കയറാൻ പറ്റില്ല. അങ്ങനെ ഒരു റൂളുണ്ട്. ഹീറോസ് അപ്ഗ്രേഡ് ആണെങ്കിൽ വാറിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഞാൻ ഹീറോസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഇതുങ്ങളൊക്കെ ചെയ്യാറുള്ളൂ, അപ്ഗ്രേഡ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കാറൊക്കെ ഉണ്ട്, പ്രത്യേകിച്ചൊന്നും ഇല്ല. ആവശ്യമുള്ളതൊന്നും അങ്ങനെ വരാറില്ല. അത് കാരണം ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാറില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഗായ്സ്.